അസ്സലാമു അലൈക്കും. ഞാൻ അബു റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ചാനലിൽ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞവരുടെ 77ാം സക്സസ് സ്റ്റോറി വീഡിയോ ആണിത്. ആമുഖങ്ങളൊന്നും പറയുന്നില്ല, കമൻറ്റുകൾ വേഗം വായിക്കാം ഇൻഷാ അല്ലാ. അള്ളാഹു ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാൻ നമ്മുടെ ചാനലിൽ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യ കമൻറ്റ് അബൂബക്കർ സിദ്ദീഖ് എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, 3 വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവാണ്. 33 ദിവസമായി. ഏപ്രിൽ 5-ന് സ്കാനിംഗ് ഉണ്ട്. എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് BA ടോപ്പർ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, ഞാനും പ്രഗ്നൻ്റായി. ഇക്കാൻ്റെ ചാനൽ നല്ലോണം ഹെൽപ്പ് ചെയ്തു. എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ബിബിൻ സാം എന്ന ഐഡിയിൽ നിന്നും. സർ, ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വൈഫ് പ്രഗ്നൻ്റായി. ഉണക്കമുന്തിരിയിട്ട വെള്ളവും ഗ്രാമ്പൂ വെള്ളവും 1 മാസം ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. നേരത്തെ ഒരു കുഞ്ഞുണ്ടായി മരിച്ചു പോയിരുന്നു. ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടെ കിട്ടാൻ സാറും ഈ കുടുംബത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത കമൻറ്റ് ഫാരിസ കെ. അൽഹംദുലില്ലാ, ഞാനും ഗർഭിണിയായി. 3 മാസമായി. ഹസ്ബൻഡിന് മോട്ടിലിറ്റി കുറവുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ കൃപ എന്ന് പറയാൻ ചികിത്സയില്ലാതെ തന്നെ അള്ളാഹു തന്നു. എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഫാത്തിമ ജലാൽ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഞാനും പ്രഗ്നൻ്റായി. എനിക്ക് പീരിയഡ് ഇറഗുലർ ആയിരുന്നു. എന്നിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പ്രഗ്നൻ്റായി. സൂറത്ത് മറിയം ഓതി വെള്ളം കുടിച്ചിരുന്നു. അതേപോലെ ഉണക്കമുന്തിരിയും ബീട്രൂട്ട് ജ്യൂസും കുടിച്ചിരുന്നു. ഒരു മിറാക്കിൾ പോലെ 3ാമത്തെ ടെസ്റ്റിന് പോസിറ്റീവ്. അൽഹംദുലില്ലാ, ഇക്ക ഒരുപാട് താങ്ക്സ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതിന്. അടുത്ത കമൻറ്റ് ഹബ്ബ് മീഡിയ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവായി. മാരേജ് കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇക്ക പറഞ്ഞു തന്ന പ്രഗ്നൻ്റ് ആവാനുള്ള ചില ടിപ്സുകൾ ഫോളോ ചെയ്തു. അൽഹംദുലില്ലാ, അങ്ങനെ എനിക്കും പോസിറ്റീവായി. ഒരു കുഴപ്പവുമില്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഹാജറ വാഹിദ് എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. മോൾക്ക് 8 വയസ്സ് കഴിഞ്ഞു. 2 വർഷം മുമ്പ് ട്യൂബിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ട്യൂബ് ബ്ലോക്കായി. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചിട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഇക്കാൻ്റെ സക്സസ് സ്റ്റോറി കാണുമ്പോൾ വീണ്ടും പ്രതീക്ഷ വരും. ഇക്കാൻ്റെ വീഡിയോസിൽ പറ്റുന്നതെല്ലാം ചെയ്യാറുണ്ട്. നെച്ചിക്കാട് ബെയ്ത്ത് പതിവാക്കിയിരുന്നു. 15 ദിവസം കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ആതിര ഹരിലാൽ എന്ന ഐഡിയിൽ നിന്നും. ദൈവത്തിന് നന്ദി. 3 വർഷം ആയി കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട്. മുമ്പ് പ്രഗ്നൻ്റ് ആയിരുന്നു. അബോർഷൻ ആയതാണ്. ഇന്ന് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. എനിക്കും പോസിറ്റീവായി. ഡോക്ടറിനെ കാണിച്ചു. 1 വീക്ക് കഴിഞ്ഞ് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അടുത്ത കമൻറ്റ് ഹാഷിഫ ഷിഹാബ് എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, ഇക്ക ഞാനും ടെസ്റ്റ് ചെയ്തു. പോസിറ്റീവാണ്. 3 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. 8 മാസമായി തുടർച്ചയായി ഞാൻ ഇക്ക ഇടുന്ന വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ട്. നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു. ഇസ്തിഗ്ഫാർ പതിവാക്കിയിരുന്നു. വെയിറ്റ് കുറച്ചു. അൽഹംദുലില്ലാ, ഇപ്പോൾ റിസൾട്ട് കിട്ടി. ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ കിട്ടാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഹസ്ന സെയിൻ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കും പോസിറ്റീവായി. ഇക്കാനോടും ഇത്താനോടും എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എല്ലാവർക്കും സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ഇല്യാസ് പാണ്ഡി എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, 12 വർഷത്തിനു ശേഷം ഞാനും ഗർഭിണിയായി. പക്ഷേ ഡോക്ടറെ കണ്ടപ്പോൾ ട്യൂബിൽ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞു. അത് അബോർഷൻ ആവുകയും ചെയ്തു. ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ പീരിയഡ് മിസ്സാവുന്നത്. അള്ളാഹു അടുത്ത ഗർഭം നല്ല ഗർഭമാക്കി തരട്ടെ, ആമീൻ. അള്ളാഹു തആല ഹൈറാക്കി തരട്ടെ. അടുത്ത കമൻറ്റ് ജാസ്മിൻ സുബൈർ എന്ന ഐഡിയിൽ നിന്നും. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവാണ്. റെസ്റ്റ് പറഞ്ഞു. ഡോക്ടർ PCOD ഉണ്ട്. അതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട്. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം ഇക്ക. അടുത്ത കമൻറ്റ് മാർസ് വേൾഡ് എന്ന ഐഡിയിൽ നിന്നും. ഇക്ക അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ 4 മാസം ഫുള്ളായി റെസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്കാക്കും ദുആ ചെയ്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത കമൻറ്റ് മുർഷിദ മോൾ. അൽഹംദുലില്ലാ, എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി. നിങ്ങൾ പറഞ്ഞു തന്ന പല ടിപ്സും 2 മാസമായി ഫോളോ ചെയ്യുന്നുണ്ട്. നെച്ചിക്കാട്ട് മാല, ഗ്രാമ്പു വെള്ളം, ലഗപ്പ് വാൾ പൊസിഷന്, ബീട്രൂട്ട് ജ്യൂസ്. ഇൻഷാ അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാനും ദുആ ചെയ്യുന്നുണ്ട്.
അടുത്ത കമൻറ്റ് നിമ്മി ബൈ കുരിശിങ്കൽ എന്ന ഐഡിയിൽ നിന്നും മിക്ക എനിക്കും പോസിറ്റീവായി. എനിക്ക് 7 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ കുട്ടി വേണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ ഇക്കയുടെ ചാനലിലെ ടിപ്സുകൾ ഫോളോ ചെയ്തു. നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു, ഉണക്കമുന്തിരി വെള്ളം, ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു, ചൂടുവെള്ളത്തിൽ കാലിറക്കി വെച്ചു, വെളിച്ചെണ്ണ പ്രയോഗിച്ചു, മാതള നാരങ്ങ കഴിച്ചു, ഹസ്ബൻഡിന് പേരയില തിളപ്പിച്ച് വെള്ളവും പേരക്കയും കൊടുത്തു. ഇന്ന് പീരിയഡ് തെറ്റ് 6ാമത്തെ ദിവസമായിരുന്നു. പോസിറ്റീവാണെന്ന് കണ്ടപ്പോൾ സന്തോഷമായി. ഇത് നിലനിർത്തി തരാനും ആരോഗ്യവും സൽസ്വഭാവിയുമായ കുഞ്ഞുണ്ടാകാനും ഇക്ക ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് നിവേദിത GN എന്ന ഐഡിയിൽ നിന്നും ഇക്ക എനിക്കും പോസിറ്റീവായി. മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. ഞാനും ഉണക്കമുന്തിരി കഴിച്ചിരുന്നു, ഗ്രാമ്പു വെള്ളം 7 ദിവസം കുടിച്ചു, ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു. ഒരുപാട് താങ്ക്സ് ഇക്ക. ഗോഡ് ബ്ലസ് യു ആൻഡ് യുവർ ഫാമിലി. നാളെ ഡോക്ടറെ അടുത്ത് പോകും. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് റിഷാന റിയാസ് എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഇക്ക ഞാനും ഗർഭിണിയായി. നെച്ചിക്കാട്ട് ബെയ്ത്തും ഫാത്തിഹ യാസീൻ എന്നിവയും ഓതാറുണ്ടായിരുന്നു. ഇസ്തിഫാർ നേർന്നിരുന്നു. ഇനി അങ്ങോട്ടെല്ലാം ഹൈറാവാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് സഫൂറ കാരാട്ട് എനിക്ക് പോസിറ്റീവായി, ദുആ ചെയ്യണം. നിങ്ങൾക്കും കുടുംബത്തിനും ദുആ ചെയ്യാം. അടുത്ത കമൻറ്റ് മുഹമ്മദ് സഫ്വാന് അൽഹംദുലില്ലാ ഇന്ന് ചെക്ക് ചെയ്തു, അൽഹംദുലില്ലാ പോസിറ്റീവ് റിസൾട്ട് കിട്ടി. എല്ലാവർക്കും പോസിറ്റീവ് ആവട്ടെ. അടുത്ത കമൻറ്റ് സ്മൈലി ഗേൾ സച്ചു എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ എനിക്കും ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പോസിറ്റീവായി. മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അടുത്ത കമൻറ്റ് ഷമീറ ഷാമി അൽഹംദുലില്ലാ എനിക്ക് PCOD ഉണ്ട്. എനിക്ക് 5 വയസ്സുള്ള മോളുണ്ട്. മെൻസസ് കറക്റ്റ് അല്ലാത്തതിനാൽ 2ാമത്തെ ഗർഭിണിയാവുന്നില്ല. ഞാൻ മാർച്ച് 2020 വരെ ഡോക്ടറെ കണ്ടു. എന്നോട് ഇഞ്ചക്ഷൻ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ ഡിസംബർ 27 മെൻസസ്സായി. ജനുവരിയിൽ മെൻസസ് ആയില്ല. അപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു, നെഗറ്റീവ് ആയിരുന്നു ഫലം. പിന്നെ ഫെബ്രുവരിയിലും മെൻസസ് ആവാത്തത് കൊണ്ട് മാർച്ച് 8 വീണ്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു. അൽഹംദുലില്ലാ പോസിറ്റീവാണ്. അടുത്ത കമൻറ്റ് ഷാമില ഷാന എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഞാനും പ്രഗ്നൻ്റ് ആണ്. ഇനി അങ്ങോട്ടൊരു പ്രശ്നവുമില്ലാതെ റാഹത്തിലാവാൻ പ്രത്യേകം ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഷംസി സിറാജ് എന്ന ഐഡിയിൽ നിന്നും അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു, അൽഹംദുലില്ലാ പോസിറ്റീവാണ്. ഇത് നിലനിൽക്കാൻ ദുആ ചെയ്യണം. ഇന്ന് ഡോക്ടറെ കാണിക്കും. കുഴപ്പമുണ്ടാവാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഷെരീഫ് പാറ എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഞാനും ഗർഭിണിയായി. 11 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് 7 മാസമായി. എനിക്ക് ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്തിരുന്നു. നെച്ചിക്കാട് ബെയ്ത്തും ഇസ്തിഗ്ഫാറും ചൊല്ലിയിരുന്നു. അതുപോലെ മക്കളില്ലാത്ത എല്ലാവർക്കും സ്വാലിഹാ മക്കളെ നൽകാൻ ഇക്കാക്കും കുടുംബത്തിനും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ഷിഫ കാസിം എന്ന ഐഡിയിൽ നിന്നും അൽഹംദുലില്ലാ ഞാനും പ്രഗ്നൻ്റായി. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരി വെള്ളത്തിൽ ഇട്ട് കഴിച്ചിരുന്നു. പിന്നെ നെച്ചിക്കാട്ട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു. ഡോക്ടറെ കാണിച്ചു. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒരു കുഴപ്പവുമില്ലാതിരിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. അടുത്ത കമൻറ്റ് ശില്പ രാജ് എന്ന ഐഡിയിൽ നിന്നും എനിക്കും ഈ മാസം പോസിറ്റീവായി. 17 ഡേറ്റ്. ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. ഇക്കാനോട് എങ്ങനെ താങ്ക്സ് പറയണം എന്നറിയില്ല. ഞാൻ ഈ ചാനൽ കുറേ ആയി ഫോളോ ചെയ്യുന്നു. എനിക്കും ഒരു സക്സസ് പറയാൻ കഴിഞ്ഞു. അതിന് പടച്ചവനോട് താങ്ക്സ് പറയുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു. ഇക്ക പറഞ്ഞ പോലെ വെറും വയറ്റിൽ ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിരുന്നു. അതുപോലെ മക്കാന 1 മാസം കഴിച്ചുള്ളൂ. അതിൽ തന്നെ പ്രഗ്നൻ്റായി. പിന്നെ ഡയറ്റ് ചെയ്തു. ചിക്കൻ ഒഴിവാക്കി, ചോറ് ഒഴിവാക്കി. പിന്നെ 2 നേരം നടക്കുമായിരുന്നു. ഈ പ്രഗ്നൻസി നിലനിർത്തി തരാൻ എല്ലാവരും ദുആ ചെയ്യണം. കുഴപ്പമൊന്നുമില്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഇക്കാനോട് ഒരുപാട് താങ്ക്സ്. മാഷാ അല്ലാ അൽഹംദുലില്ലാ 25 പേരുടെ കമൻറ്റുകളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇതുവരേക്കും ഏകദേശം 1600-ലധികം പേർ നമ്മുടെ ചാനലിൽ പോസിറ്റീവായി എന്ന് പറഞ്ഞു. അതിൽ ഒരുപാട് പേരുടെ പ്രസവം കഴിഞ്ഞു വളരെ അധികം സന്തോഷത്തിലാണ് എന്ന് പലരും അറിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. നല്ല ആരോഗ്യമുള്ള സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. നമ്മുടെ ചാനലിൽ കുട്ടികളില്ലാതെ വിഷമം പറയുന്ന ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് പറയാൻ ഈ ബറാത്ത് രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.